ഫിഖ്ഹ് 25 13-ാമത്തെ സുന്നത്ത് തഖ്ലീലുൽ അസ്വാബിഅ്, വിരലുകൾ തിക്കകറ്റുക. അൽ അഫ്ളലു കൗനുഹു ഫിൽ യദൈനി ബിത്തശ്ബീക്, രണ്ട് കൈകളുടെ വിരലുകൾ പരസ്പരം കോർത്തുകൊണ്ടാണ് തിക്കകറ്റാൻ ഏറ്റവും നല്ലത്. വഫിർ റിജ്ലൈനി, രണ്ട് കാലുകളിൽ ബിഹിൻസരി യദിഹിൽ യുസ്റ, ഇടതു കൈയിൻ്റെ ചെറുവിരൽ കൊണ്ടാണ് തിക്കകറ്റേണ്ടത്. മിൻ അസ്ഫലിൽ അസ്വാബിഇ, വിരലുകളുടെ താഴ്ഭാഗത്തു നിന്നാണ് തിക്കകറ്റേണ്ടത്. മുബ്തദിഅൻ മിൻ ഹിൻസരി റിജ്ലിഹിൽ യുംന, വലതുകാലിൻ്റെ ചെറു വിരലിൽ നിന്ന് തുടങ്ങി. വ മുഖ്തതിമൻ ബിഹിൻസരിൽ യുസ്റ, ഇടതുകാലിൻ്റെ ചെറുവിരൽ കൊണ്ട് അവസാനിപ്പിക്കുന്ന വിധം. അപ്പോൾ കാലിൻ്റെ വിരലുകൾ തിക്കകറ്റുന്നതിൻ്റെ പൂർണ്ണ രൂപമാണ് ഇവിടെ പരാമർശിച്ചത്. പഴയ കാലത്തെ സൂക്ഷ്മാലുക്കളൊക്കെ അങ്ങനെ ചെയ്യുന്നത് നേരിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ന് കാൽ കൈകൊണ്ട് ഉരസാൻ പോലും സമയമില്ലാത്ത അവസ്ഥയാണ്. നിന്ന നിപ്പിൽ കാലിൽ വെള്ളം പാർന്നിട്ട് നിസ്കരിക്കാൻ പോകുമ്പോൾ ശരിക്കും വെള്ളം തന്നെ എല്ലായിടത്തും എത്താത്തൊരവസ്ഥ വരുന്നു. കൈകൊണ്ട് ഉരസിക്കഴുകാൻ മടിയും പ്രയാസവും അനുഭവപ്പെടുന്നു. ഇതൊക്കെ നമ്മുടെ അശ്രദ്ധ കൊണ്ട് വന്നു ചേരുന്ന പ്രശ്നങ്ങളാണ്. ഇടത് കൈയിൻ്റെ ചെറുവിരൽ കാൽവിരലിൻ്റെ അടിഭാഗത്തൂടെ ഇടയിലൂടെ മുൾപോട്ടെടുത്തിട്ട് തിക്കകറ്റണം. അതും വലതുകാലിൻ്റെ ചെറുവിരൽ തുടങ്ങിയിട്ട് ഇടത്തെ കാലിൻ്റെ ചെറുവിരലാണ് അവസാനിപ്പിക്കേണ്ടത്. ഈ വിധം കാലിൻ്റെ വിരൽ തിക്കകറ്റൽ ഏറ്റവും ശ്രേഷ്ഠമായ രൂപമാണ്. പൊതുവെ തിക്കകറ്റൽ സുന്നത്തുമാണ്. എന്നാൽ വയജിബു ഫീ മുൽത്തഫത്തിൻ, വളഞ്ഞിരിക്കുന്ന വിരലുകളിൽ തിക്കകറ്റുകയിൽ നിർബന്ധമാണ്. കാരണം അവിടേക്ക് വെള്ളം ചേരൂല. ഇത് കാൽ കഴുകുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. ശരിക്കും മടങ്ങി വളഞ്ഞിരിക്കുന്ന വിരലിനുള്ളിലേക്ക് വെള്ളം ചേരാത്ത സാഹചര്യമാണെങ്കിൽ അവിടെ തിക്കകറ്റൽ നിർബന്ധമായിരിക്കും, സുന്നത്തല്ല. വയഹ്റമു ഫീ മുൽത്തഹിമത്തിൻ, പരസ്പരം ഇറച്ചി വന്ന് കൂടി ചേർന്ന് രണ്ട് വിരലാണെങ്കിൽ അതെല്ലാം കൂടി പിച്ചിക്കീറി തിക്കകറ്റി കഴുകൽ പാടില്ലാതെ ഹറാമുമാണ്. ഇതാണ് വിരലുകൾ തിക്കകറ്റുന്നതിൻ്റെ ശൈലിയും സുന്നത്തും. 14-ാമത്തെ സുന്നത്ത് ഇത്വാലത്തുൽ ഉറത്തി വത്തഹ്ജീൽ, മുഖം കൈകാലുകൾ. ഇത് കഴുകുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പരിധികൾക്ക് അപ്പുറത്തേക്ക് കഴുകുക. മുഖം കൈകാലുകൾ നീട്ടിക്കഴുകുക എന്ന് പറയാറില്ലേ? നീട്ടിക്കഴുകുക എന്ന് പറഞ്ഞാൽ പരിധിൻ്റെ അപ്പുറത്തേക്ക് നീട്ടുക എന്നർത്ഥം. ഹിയ വസ്ലുമാ ഫൗക്കൽ വാജിബി മിൻഹുമ, രണ്ടിൻ്റെയും അഥവാ കൈകാലുകളും മുഖവും ഇവയിൽ നിർബന്ധമായതിൻ്റെ അപ്പുറത്തേക്ക് കഴുകലാണ്. ആയത്തുൽ അവലി, മുഖത്തിൻ്റെ അങ്ങേയറ്റത്തെ പരിധി. ഐ യവസില മാൽ വജിഹി, മുഖത്തോടൊപ്പം കഴുകലാണ്. മുഖദ്ദമ റസിഹി, തലയുടെ മുൻവശം. വൽ ഉദുനൈനി, രണ്ട് ചെവികളും. വസഫഹത്തൈ ഒനുക്കിഹി, പിരടിയുടെ രണ്ട് ഭാഗങ്ങളും കൂടെ കഴുകിയാൽ മുഖം കഴുകുമ്പോൾ നീട്ടിക്കഴുകി എന്ന സുന്നത്ത് ലഭിക്കും. ആയത്തുസാനി, കൈകാലുകൾ നീട്ടിക്കഴുകുക എന്നതിൻ്റെ പരമാവധി. ഇസ്തിയാബുൽ അലുദൈനി വസ്സാക്കൈനി, കൈകളാകുമ്പോൾ രണ്ട് തോൾ കൈകൾ മുഴുവനും കഴുകുക. കാലുകളിൽ തണ്ടങ്കാല് ഫുള്ള് കഴുകുക, അഥവാ മുട്ട് വരെ കഴുകുക. അപ്പോൾ കക്ഷം വരെ കൈയും മുട്ട് വരെ കാലും കഴുകിയാൽ അതിൻ്റെ ഏറ്റവും അങ്ങേയറ്റത്തെ സമ്പൂർണ്ണമായ ശൈലിയായി. ഇങ്ങനെ കൈകാലുകൾ നീട്ടിക്കഴുകുക, പരിധിക്കപ്പുറത്തേക്ക് കഴുകുക എന്നതൊരു പ്രത്യേകമായ പ്രതിഫലം ലഭിക്കുന്ന പുണ്യകർമ്മമാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന ഉമ്മത്തി യുദ്അഊന യൗമൽ ഖിയാമത്തി ഖുർറൻ മുഹജ്ജലീൻ മിൻ ആസാരിൽ വുളൂഇ ഫമൻ ഇസ്തത്വഅ മിൻകും അൻ യുതീല ഉറത്തഹു വതഹ്ജീലഹു ഫല്യഫ്അൽ. ഇന്ന ഉമ്മത്തി യുദ്അഊന യൗമൽ ഖിയാമ,
ഖിയാമത്തു നാളിൽ എൻ്റെ സമുദായത്തെ വിളിക്കപ്പെടും ഉറ മുഹജ്ജലീൻ മിൻ ആസായിൽ വുളൂ ചെയ്തതിൻ്റെ അടയാളത്താൽ കയ്യും കാലും മുഖവും വെളുത്തവരെ, പ്രകാശിക്കുന്നവരെ, പ്രസന്നരായിട്ടുള്ളവരെ എന്ന് അർത്ഥം വരുന്ന ഉറ മുഹജ്ജലീൻ എന്ന സ്പെഷ്യൽ പേരിലാണ് വിളിക്കപ്പെടുക. അതുകൊണ്ട് ഫമനിസ്തത്വാമിൻകും യുത്തീല ഉറത്തുഹു തഹജീല, മുഖവും കൈകാലുകളും പരിധിക്കപ്പുറത്തേക്ക് കഴുകാൻ കഴിയുമെങ്കിൽ ഫൽ അവനത് ചെയ്തു കൊള്ളട്ടെ. ആ സ്പെഷ്യൽ ഐഡൻറ്റിഫിക്കേഷൻ ലഭിക്കാനത് കാരണമാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ, അത് നബിത്തങ്ങളുടെ ഉമ്മത്തിൽ മൊത്തം അങ്ങനെ വരുമ്പോൾ അത് നബിത്തങ്ങൾക്ക് കൂടെ ഇസ്സത്ത് കൂടുകയാണ്, അഭിമാനം കൂടുകയാണ്. അപ്പോൾ നമ്മൾ അവിടുത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ അതുകൂടെ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഒന്ന് ഒരുങ്ങിത്തന്നെ വുളു എടുക്കേണ്ടി വരും എന്നർത്ഥം.